പിലിക്കോട് മട്ടലായി ദേശീയപാതയിൽ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ സ്വകാര്യ ബസ്സിടിച്ച് ഒരാൾ മരിച്ചു. ഓട്ടോയിലുണ്ടായിരുന്ന ചെറുവത്തൂർ ക്ലായിക്കോട് സ്വദേശി KC സജിത്താണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ 8:30യോടെയാണ് അപകടം. പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന കൽപ്പക ബസ് അമിത വേഗതയിൽ മട്ടലായി പെട്രോൾ പമ്പിന് സമീപത്തെത്തിയപ്പോൾ മുന്നിലുണ്ടായിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷയുടെ പിറകിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ അരികിലെ കോൺക്രീറ്റ് ഡിവൈഡറിൽ ചെന്നിടിച്ചതാണ് ആളപായമുണ്ടാകാൻ കാരണമായത്. അപകടമുണ്ടായതിന് പിന്നാലെ തന്നെ ബസ് ജീവനക്കാർ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. മാത്രമല്ല, സംഭവസമയം ഇവിടെ എത്തിയവർ കാര്യമായി ഒന്നും ചെയ്തില്ലെന്നും ഇതുമൂലമാണ് വലിയ തോതിൽ രക്തം വാർന്നൊഴുകിയതെന്നും പിന്നാലെ എത്തിയവർ പറയുന്നു. ബസ്സെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട്. ബസ്സുകാരനോട് ഡ്രൈവറോട് ചോദിച്ചു, ആക്സിഡന്റ് ആയിട്ടുണ്ട്, അവിടെ ആളെ കിടക്കുന്നത്, ഇന്ന് നമ്മൾ പോകാത്ത ഞാൻ അങ്ങനെ പോയി. ഞാൻ എൻ്റെ സുഹൃത്തിനായി കാർത്തികൻ സുഹൃത്തിന് അവരെ ഹോസ്പിറ്റലിൽ പോയി. അപ്പം അവരവിടെ കിടക്കുന്നതായിരുന്നു. ഒരാൾ സീരിയസ് ആയിരുന്നു, മരിച്ചു. കുറച്ചാൾ കിടക്കുന്നതായിരുന്നു. ബാക്കി രണ്ടുപേരെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറ്റവരും കൂടി ഒന്ന് ഒരു മിംസിലേക്ക് അവിടെ IC ആംബുലൻസ് വിളിച്ച് എടുത്തുകൊണ്ട് പോയി. ഇല്ല, അത് കുറച്ച് നല്ലോണം വികൃതമായിട്ടുണ്ടായി. അപ്പം മരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ കുറേ ഉണ്ടായിരുന്നു, എടുത്തില്ല. വേറെ പറ്റുന്ന നമ്മൾ എടുത്തിച്ചു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന 3 പേരെയും ആദ്യം ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഇതിൽ പരിക്ക് ഗുരുതരമായതിനാൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ചെറുവത്തൂർ ക്ലായിക്കോട് സ്വദേശിയായ KC സജിത്ത് മരണപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന പിലിക്കോട് കണ്ണങ്കൈ സ്വദേശി സുരേഷ്, പൊന്മാലം സ്വദേശി സന്തോഷ് എന്നിവരെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ക്ലായിക്കോട്ടെ M നാരായണന്റെയും പരേതയായ KC തങ്കമണിയുടെയും മകനാണ് മരിച്ച സജിത്ത്. 43-കാരനായ സജിത്ത് മുഴക്കോം ചാലക്കാട് ചെക്കിപ്പാറ ഭൗതിക്ഷേത്രം കോയ്മ കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.